പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ ബസ്സിലൊക്കെ എഴുതി വെച്ചിരിക്കുകയല്ലേ. പവർ കട്ടില്ലാത്ത 10 വർഷം നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന കച്ചവടം എന്താണ് നാം അറിയേണ്ടതില്ലേ? മണിയാർ ജലവൈദ്യുത പദ്ധതി 91 ഓപ്പൺ ചെയ്ത പദ്ധതി 30 വർഷം കൊണ്ട് അതിന്റെ കരാർ തീർന്നു. 2025 ഡിസംബർ 27. അപ്പൊ കരാർ തീർന്നാൽ കരാർ അനുസരിച്ച് മണിയാർ പദ്ധതി സംസ്ഥാന ഗവൺമെന്റിന്റേതാകും. യൂണിവേഴ്സൽ കാർബറേണ്ടത്തിന്റെ ഉടമസ്ഥത മാറും. കാരണം കരാർ അനുസരിച്ച് 30 വർഷത്തേക്കാണ് അവർക്കത് കൊടുത്തിരിക്കുന്നത്. അവർ ഈ കറണ്ട് ഉത്പാദിപ്പിച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒഴുക്കി കൊടുക്കുന്ന വെള്ളം യൂണിവേഴ്സൽ കാർബറേണ്ട മുതലാളിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണോ അത്? അല്ല. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട മണിയാർ ഡാമിലെ വെള്ളം ഉപയോഗിച്ച് യൂണിറ്റിന് 6.5 രൂപ വെച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. വെറും 50 പൈസ നിരക്കിൽ ഉത്പാദിപ്പിക്കുന്ന കരണ്ട് വിറ്റുകൊണ്ട്. ആ മണിയാർ പദ്ധതി കേരള സർക്കാരിന് സ്വാഭാവികമായി വന്നുചേരുമായിരുന്നു. ഡിസംബർ 27-ാം തീയതി 2026 ജനുവരി 1-ന് സംസ്ഥാന വൈദ്യുതി ബോർഡിന് ഒരു ജലവൈദ്യുതി പദ്ധതി കൂടെ സ്വന്തമാകുമായിരുന്നു. പക്ഷെ നാം കണ്ടത് സഖാവ് പിണറായി വിജയന്റെ സർക്കാർ തീരുമാനിച്ചത് യൂണിവേഴ്സൽ കാർബറേണ്ടം എന്ന സ്വകാര്യ മുതലാളിക്ക് അത് 25 വർഷം കൂടെ നീട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ പറയുന്ന കാര്യത്തെ ആർക്കും നിഷേധിക്കാനാവില്ല. ഈ നാട്ടിലെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ആ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ചെങ്കൊടിയുടെ മഹത്വത്തിൽ വിശ്വാസമർപ്പിച്ച് നിൽക്കുന്ന സത്യസന്ധരായ ഇടതുപക്ഷ അണികളുടെ മനസാക്ഷിയോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഒരു അഭ്യർത്ഥനയാണ്, ദേവിയത് ഇത് പരിഗണിക്കണം. എന്തുകൊണ്ടാണ് 25 വർഷം കൂടി മണിയാർ ജലവൈദ്യുതി പദ്ധതി ഒരു സ്വകാര്യ മുതലാളിക്ക് തുടരാൻ അനുവാദം കൊടുത്തത്? പരിശോധിക്കണ്ടേ? പരിശോധിക്കണം. വൈദ്യുതി ബോർഡ് ആവശ്യപ്പെട്ടു മണിയാർ പദ്ധതി സർക്കാർ ഏറ്റെടുക്കണം ആവശ്യപ്പെട്ടു. വൈദ്യുതി മന്ത്രി അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു, ഞങ്ങൾ ജനുവരി 1 മണിയാർ പദ്ധതി സർക്കാർ ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞു. ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി ബോർഡിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ മണിയാർ പദ്ധതി സർക്കാർ ഏറ്റെടുക്കണം. ഞാൻ ഈ മണിയാർ പദ്ധതി വലിയ സംഭവമായിട്ടൊന്നും അല്ല ഇത് പറയുന്നത്. 12 മെഗാവാട്ടിന്റെ പദ്ധതിയാണ്. 12 മെഗാവാട്ട് എന്ന് പറഞ്ഞ ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ്. ആയിക്കോട്ടെ, പക്ഷെ അതിനകത്തൊരു സമീപനമുണ്ട്. ഇത് നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വലിയ നേതാവാണല്ലോ, അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് എന്തെന്നറിയാവോ? നമ്മള് അത് ഏറ്റെടുത്താൽ മുതലാളിമാർക്ക് തെറ്റായ സന്ദേശം നൽകും. കൃത്യമാക്കാൻ ഞാനിപ്പോ നിയമസഭയുടെ രേഖയെ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഈ മണിയാർ ജലവൈദ്യുതി പദ്ധതി മുതലാളിമാർക്ക് അങ്ങ് കൊടുക്കും വീണ്ടും 25 വർഷത്തേക്ക്. അപ്പൊ മുതലാളിമാർക്ക് നല്ല സന്ദേശം കൊടുക്കും. മുതലാളിമാർക്ക് തെറ്റായ സന്ദേശം കൊടുക്കുക, മുതലാളിമാരെ മാനസികമായി വിഷമിപ്പിക്കുക, ദുഃഖിപ്പിക്കുക, അയ്യോ കമ്മ്യൂണിസ്റ്റുകളായ രാജീവിനും കൂട്ടർക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. മുതലാളിക്ക് തെറ്റായ സന്ദേശം നൽകുമത്രേ. മൂലധനം മുടക്കാൻ വരുന്ന മുതലാളിമാർക്ക് തെറ്റായ സന്ദേശം കൊടുക്കുമത്രേ. ആയതിനാൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട മണിയാർ ജലവൈദ്യുതി പദ്ധതി യൂണിവേഴ്സൽ കാർബറേണ്ടത്തിന് പിന്നെയും ഒരു 25 വർഷത്തേക്ക് കൂടെ നീട്ടിക്കൊടുത്തു. ആരാരുടെ ഭാഗത്താണെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇത് തന്നെയാണ് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് അളന്ന് തിട്ടപ്പെടുത്താനാവാത്ത വിധത്തിൽ തുക ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി മുതലാളിമാർക്ക് വേണ്ടി.